ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ സമൂസയും ചിക്കൻ റോളുമാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് സമൂസ ഷീറ്റൊന്നും തീരെ യൂസ് ചെയ്യുന്നില്ല. ഇതുണ്ടാക്കി അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണമെന്നില്ല. ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. കുറേ ദിവസം ഇരുന്നാലും കേടാവത്തില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സമൂസയും ചിക്കൻ റോളുമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കാം. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ചിക്കൻ വേവാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ചിക്കൻ എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ദാ ചിക്കനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ചിക്കൻ കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ചിക്കനിലത്തെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചിക്കൻ കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് നമ്മൾ വേവിക്കുമ്പോൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ തന്നെ ഉടയാൻ തുടങ്ങും. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഇതേപോലെ ഉടച്ചു കൊടുത്താൽ മാത്രം മതി. മിക്സിയിലൊന്നും വിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് വീതം ക്യാപ്സിക്കം അരിഞ്ഞതും 1/2 കപ്പ് ഉള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. 3 തരം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് 6 ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 8 പച്ചമുളക് ഇത്രയും ഇട്ടതിന് ശേഷം ആദ്യമേ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ എല്ലാം കൂടെ നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 1/2 കപ്പ് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെറിയ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ് ഉള്ളത്. എല്ലാം കൂടെ വീണ്ടും വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 തരം ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കനാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിനകത്തേക്ക് ഒരുപാട് പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് മുൻപന്തിയിൽ നിൽക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സമൂസയും ചിക്കൻ റോളും ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് എടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് 2-3 ട്രിപ്പായിട്ട് നമുക്ക് നല്ല പോലെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബ്രൗൺ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം അതിൻ്റെ അരിക് മാത്രം പൊടിച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുഭാഗം കൂടെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതും ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ 2-3 മുട്ടയും കൂടെ ഇതേപോലെ അടിച്ചെടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ മിക്സാണ് തേച്ച് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് നിന്ന് കുറച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോളാണിത്. നമ്മൾ സൈഡിലെല്ലാം മുട്ട തേച്ചത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഇതാ എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കാനുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ റോൾ തയ്യാറായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇത് മുക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ചിക്കൻ റോളും മുക്കിയെടുക്കുക. നമ്മൾക്കിത് ഉണ്ടാക്കിയ ദിവസം തന്നെ ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട്
ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. കുറേ ദിവസം കഴിഞ്ഞാലും ഇത് കേടാവത്തില്ല. ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ചിക്കൻ സമൂസയാണ്. ചിക്കൻ സമൂസ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബ്രെഡെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ നേരത്തെ തേച്ച അതേപോലെ തന്നെ മുട്ടയുടെ മിക്സ് തേച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഫില്ലിംഗ് ആണ്. നടുവിലായിട്ട് ഫില്ലിംഗ് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് മടക്കി കൊടുക്കാം. ഏതാണ്ട് ട്രയാങ്കിൾ ഷേപ്പായിരിക്കും കിട്ടുന്നത്. സമൂസയുടെ ഷേപ്പായിട്ട് വരും. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ആദ്യത്തെ ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. എല്ലാം ചെയ്തതിന് ശേഷം ഇതും നമ്മൾക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടെ മുക്കണം. അതും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ മുക്കുക, അതിനുശേഷം ബ്രെഡ് ക്രംസിലും കൂടെ മുക്കുക. ഇനി ഇതും നമ്മൾക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാം. ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതേപോലെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ചിക്കൻ റോളാണ് ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് എണ്ണം ഇതേപോലെ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതേസമയം ഒരുപാട് ചൂട് കൂടി ഇത് കരിഞ്ഞു പോകരുത്. ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ചൊന്ന് വീർത്ത് വരാൻ തുടങ്ങും. നല്ലപോലെ വീർത്ത് വന്നു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം സമൂസയും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കൻ റോളെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളാണിത്. അതേസമയം നല്ല ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മസാല എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾക്ക് സമൂസയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ റോൾ ഫ്രൈ ചെയ്തെടുത്ത അതേ മെത്തേഡിൽ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതും നല്ലപോലെ വീർത്ത് വരാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ ഇപ്പോൾ ഇത് വൈറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ബ്രൗൺ ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്രയും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയതാണ് ആർക്കും മനസ്സിലാവത്തില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്